പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം അധ്യാപകർ പഠിപ്പിക്കുന്നത് മൂവ്മെൻറ്റുകൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ മനസ്സും കൂടി ചേരുമ്പോഴാണ് ഈ കണ്ണിൻ്റെ യഥാർത്ഥ പ്രകടനം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ വെറും മൂവ്മെൻറ്റ് മാത്രമായിരിക്കും. ഈ സ്ഥാപനത്തിൻ്റെ പേര് കേരള കലാമണ്ഡലം. സ്ഥാപിച്ചിട്ട് 87 വർഷമായി. എൻ്റെ പേര് കലാമണ്ഡലം രവികുമാർ. ഞാനിവിടെ കഥകളി വേഷം അധ്യാപകനാണ്. കഥകളി എന്ന് ഉദ്ദേശിക്കുന്നത് പുരാണത്തിലെ ഒരു പ്രത്യേക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ചതുർവിധാഭിനയം, അംഗങ്ങളെ കൊണ്ടുള്ള ആംഗികാഭിനയം, വാക്കുകളെ കൊണ്ടുള്ള വാചികാഭിനയം, ആഹാര്യങ്ങൾ വേഷഭൂഷാദികളെ കൊണ്ടുള്ള ആഹാര്യാഭിനയം, ഭാവപ്രകടനത്തിൻ്റെ സാത്വികാഭിനയം. കണ്ണ് തന്നെയാണ് ഏറ്റവും പ്രധാനം. കണ്ണ് തന്നെയാണ്, അതായത് മുഖം ഉൾപ്പെട്ട അതിൽ കണ്ണിനാണ് പ്രാധാന്യം ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് കണ്ണിനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടി 13 വയസ്സിലാണ് അവിടെ വരുന്നത്. അപ്പോൾ ഏതാണ്ടൊരു 12 വർഷത്തോളം ഇവിടെ പഠനം ഉണ്ട്. ഒരു കഥകളി കലാകാരൻ സ്റ്റാർട്ടിങ് മുതൽ അതിൻ്റെ ജീവിത അവസാനം വരെയും പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തൊരു വൈചിത്ര്യം ഈ കഥകളിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശരാശരി ഒരു കഥാപാത്രം നമ്മൾ ഒരുങ്ങി വരണമെങ്കിൽ 4 മണിക്കൂർ എങ്കിലും സമയമെടുക്കുന്നു. ബുദ്ധിമുട്ട് തന്നെയാണ് അത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ക്ഷേത്രകലയാണ്. നമ്മളിൽ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിനാണ് തീർച്ചയായിട്ടും ഈ പാരമ്പര്യ ആയിട്ടുള്ള കലകൾ വരും തലമുറയെ. കഥകളി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലഡാണ്, എൻ്റെ രക്തമാണ് കഥകളി എന്ന് പറഞ്ഞാൽ. എൻ്റെ മനസ്സും ശരീരവും കഥകളിക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചിരിക്കുന്നത് ജീവിതം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കഥകളിക്ക് കൊടുത്തു. അപ്പോൾ കഥകളി എൻ്റെ കൂടെ വന്നു. എൻ്റെ ജീവിതം ഞാൻ കഥകളിക്ക് വേണ്ടിയിട്ട്